സ്നേഹമുള്ളവരെ, ജീവാലയ ഫാമിലി ഷോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വർഷത്തെ ലോക വിവാഹ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയം ഇതാണ്: വിവാഹം ഒരു കൂട്ടാണോ അതോ കൂട്ടുകെട്ടാണോ? നമ്മുടെ കൂടെ ചർച്ച ചെയ്യാനായിട്ട് വളരെ മനോഹരമായിട്ട് വിവാഹ ജീവിതം നയിക്കുന്ന 4 ദമ്പതികളുണ്ട്. നമുക്ക് അവരെ ആദ്യം പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് ഷോയിലേക്ക് പ്രവേശിക്കാം. യെസ്, എന്താ പേര്? ഫ്രീജോ പയ്യപ്പള്ളി. ഫ്രീജോ, യെസ്. എവിടുന്ന് വരുന്നു? തിരുമുടിക്കുന്നു. കൊള്ളാം, ഗുഡ്. സ്മിഷ ഫ്രീജോ, തിരുമുടിക്കുന്നു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 18 വർഷമായി. അപ്പോൾ ജീവിതം കൂട്ടായിട്ടും കൂട്ടുകെട്ടായിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഓക്കെ, ഗുഡ്. നിങ്ങളുടെ പേര്? ബാബു. എവിടുന്ന വരുന്നത്? ആലുവ. ഭാര്യയുടെ പേര്? റീന ബാബു. എത്ര വർഷമായി? 15 വർഷം. സന്തോഷമായിട്ട് പോകുന്നല്ലേ? സന്തോഷമായിട്ട് പോകുന്നു. അല്ല, എന്തൊരു സംശയം? അല്ലല്ലോ, സംശയമൊന്നുമില്ല. വളരെ സന്തോഷമാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ഓക്കെ, നിങ്ങളുടെ പേരോ? ടിറ്റോ. എവിടുന്ന? ഞങ്ങൾ പീച്ചാനിക്കാട്. ഓക്കെ, അങ്കമാലി പീച്ചാനിക്കാട്. ഞാൻ ബിന്ദു ടിറ്റോ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 25 വർഷമായി. 25 ജൂബിലി വർഷമാണല്ലേ? അപ്പൊ നമുക്കിത് മധുരതരമാക്കാം അല്ലേ? ഗുഡ്. അപ്പൊ നിങ്ങൾക്കും സ്വാഗതം. ഓക്കെ, നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഫിജോ തെക്കേക്കര. സ്ഥലം എവിടെയാ? ജോസ്പുരം. ഓക്കെ, ഭാര്യയുടെ പേരോ? ബിന്ദു ഫിജോ. എത്ര വർഷമായി നിങ്ങളുടെ ഈ വിവാഹം? 18 വർഷം. ഇപ്പോൾ 2 കൂട്ടർ 18 വർഷമായവരാണല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, വിവാഹത്തെ പൊതുവേ മനുഷ്യർ 2 വിഭാഗത്തിൽ കണക്കാക്കുന്നുണ്ട്. ഒന്നുകിൽ ഒരു കൂട്ടുകെട്ടായിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട്. ഇതിൽ ഏതാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത്, ഏതാണ് കൂടുതൽ നല്ലത് എന്ന് നമുക്ക് ആദ്യമേ പരിശോധിച്ച് നോക്കാം. പിന്നെ അതെങ്ങനെ വളർത്തിയെടുക്കാമെന്നും കൂടി നമുക്ക് ഈ ഷോയിൽ പരിശോധിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ വീട്ടിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നവരല്ലേ? അല്ലേ? വളരെ സന്തോഷമല്ലേ? ദാമ്പത്യ ജീവിതം വളരെ മനോഹരമല്ലേ? അതെ. നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു ഫ്രീ ഡേ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജോലിയില്ല, നിങ്ങൾ വീട്ടിലാണെങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും ബാബു? ഞങ്ങൾ കറങ്ങാൻ പോകും. ആരോടൊപ്പം? ഭാര്യയോടൊപ്പം. ഏതോ ഒരു ദിവസം ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ കറങ്ങാൻ പോവോ? വീട്ടിലെ പണികളൊക്കെ ഇല്ലേ? വീട്ടില് പണി അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഇങ്ങനെ സ്വല്പം വീട്ടില് 2 അമ്മമാരുണ്ട്. ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാറില്ല, ഒരു പരിധി വരെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ടൂറ് പോകാനോ അതല്ലെങ്കിൽ ഒന്ന് ഔട്ടിങ്ങിന് പോകാനായിട്ടോ ഞങ്ങൾ. അത് ശരി. അപ്പൊ നിങ്ങൾ 2 പേരും കൂടി ഒരുമിച്ചാ പോണത്? 2 പേരും ഒരുമിച്ച് ഒരു ദിവസം ഫ്രീ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരും ഒന്ന് പുറത്ത് പോകും. ദൂരത്തൊന്നും പോയില്ലെങ്കിൽ ശരി, അയൽപത്ത് പോയി ഒരു ചായ കുടിക്കും. ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ 2 പേരും കൂടി വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. രാത്രി മുഴുവൻ വെറുതെ ആലുവ മുഴുവൻ ചുറ്റിക്കറങ്ങി. ആലുവയിലാണ് വീട്. ആലുവ ടൗണൊക്കെ കറങ്ങി 2 പേരും കൂടി. ശരി. എന്നിട്ട് എവിടെ കയറി ഒരു ജ്യൂസ് കുടിച്ചാണ് ഞങ്ങൾ പയ്യെ വീട്ടിലോട്ട് കയറി. അത് ശരി. അപ്പൊ മക്കൾ എന്ത് പറയും? മക്കൾക്ക് ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവർക്ക് കുഴപ്പമില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർ പറയുന്നത് നിങ്ങൾ പോണില്ലേ എന്നാ ചോദിക്കുന്നു. അതെല്ലേ? അത് ശരി. അപ്പൊ ഈ വിവാഹം കൂട്ടാണോ കൂട്ടുകെട്ടാണോ? ഇതിപ്പോ എന്താ സംഭവം? വിവാഹം കൂട്ടാണ്. അതിൻ്റെ ഭാഗമാണ്. ഒരു ദിവസം ഫ്രീ ഡേ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇച്ചിരി സമയം ഇതുപോലുള്ള ഒരു റിക്രിയേഷൻ, ഒരുമിച്ച് ഉല്ലാസം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഔട്ടിങ്, ഇതിനൊക്കെ പ്ലാൻ ചെയ്യും അല്ലേ? ഓക്കെ, കൊള്ളാം, വെരി ഗുഡ്. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ദിവസം ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ എന്താ ചെയ്യണത്? ഒറ്റയ്ക്ക് സമയം അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ കുട്ടികളെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോകാറുള്ളൂ. അല്ല, അങ്ങനെ ഒരു ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു വീക്കെൻഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകാം എന്നുള്ളത്, അത് മാത്രമല്ല വേറെ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയില്ല. വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ശാന്തമായിട്ടിരിക്കും അല്ലേ? സ്മിഷോ അങ്ങനെ തന്നെയാണല്ലേ? അല്ല, പേര് പറഞ്ഞ സ്മിഷോ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ? വലിയ അങ്ങനെ ഔട്ടിങ്ങിന് അങ്ങനെ പോകുന്ന ഒരു പ്രകൃതമൊന്നുമില്ല. ഇടയ്ക്ക് പോകും അല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ വരാൻ കേട്ടോ. പിള്ളേരുടെ കൂടെയാണ് എപ്പോഴും പോകുന്നത്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. ഗുഡ്. വരാൻ ഞാൻ. നിങ്ങളുടെ കാര്യമാണെങ്കിലോ, ഒരു ദിവസം ഫ്രീ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. കൂടാതെ വീടുകളിൽ തന്നെ ഇഷ്ടംപോലെ പണികളും കാര്യങ്ങളും ഉണ്ട്. വീടുകളിൽ ഇഷ്ടംപോലെ പണിയുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ പണിയൊക്കെ ചെയ്ത് അവിടെ അത്യാവശ്യം പണികളും, പിന്നെ കൂടാതെ പുറത്ത് പോകട്ടോ. നമ്മള് പിള്ളേരുടെ കൂടെയാണ് കൂടുതൽ. മാസത്തിലൊരിക്കലൊക്കെ പോവോ? മാസത്തിലേക്ക് പോകാറുണ്ട്. അതെല്ലേ? മാസത്തിലൊരിക്കൽ മാത്രമല്ല, കൂടുതൽ ഇപ്പൊ ഞാനൊന്ന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അവൾക്ക് കൂടെ വരണം. എന്തിനു പുറത്ത് പോകണമെങ്കിൽ? ഷോപ്പിങ്ങിനാ? വെറുതെ എന്തെങ്കിലും മേടിക്കാൻ പോയാൽ പോലും ആൾക്ക് കൂടെ വരണം അല്ലേ? കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമാണ്. കൊണ്ടുപോകാനും താല്പര്യമാണ്. പിള്ളേരും വരുമോ? പിള്ളേര് ഉണ്ടെങ്കിൽ അവര് കയറും. അതല്ലേ? പിള്ളേര് ഒരുമിച്ച് പോകുന്നതാണ്, നിങ്ങൾ 2 പേരും കൂടി പോകുന്നതാണ് നിങ്ങൾ കൂടുതൽ ആസ്വദിക്കുന്നത്? ഞങ്ങൾ 2 പേരും കൂടി പോകുന്നതാണ് കൂടുതൽ ആസ്വദിക്കുന്നത്. അപ്പൊ വിവാഹം ഒരു കൂട്ടാണോ കൂട്ടുകെട്ടാണോ?
കൂട്ടാണ്. ഉറപ്പാണോ? കൂട്ടാണ്. അതെ അല്ലേ? ഓക്കെ, നമുക്ക് വരാൻ കേട്ടോ. ഇത് എന്നോട് യോജിക്കുന്നില്ല അല്ലേ? ശരി, ഓക്കെ, ഗുഡ്. നിങ്ങളുടെ കാര്യത്തിലോ? ഫ്രീ കിട്ടുകയാണെങ്കിൽ പരമാവധി വീട്ടിലെ കാര്യങ്ങൾ നോക്കും ആദ്യം. ആഹാ. പിന്നെ ഞങ്ങൾ രണ്ടുപേരുള്ള ഒരു പ്രൈവറ്റ് ടൈം കുറച്ച് അധികം കിട്ടുന്ന ഒരു ദിവസമായതുകൊണ്ട് അത് അങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ് കൂടുതൽ. എങ്ങനെ സ്പെൻഡ് ചെയ്യണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒരുമിച്ചുള്ള സമയം? കുറച്ച് ആശയവിനിമയങ്ങളും കുറച്ച് സ്നേഹപ്രകടനങ്ങളും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അല്ലേ? എന്തായിരിക്കും നിങ്ങൾ സംസാരിക്കാൻ സാധ്യതയുള്ളത്? വീട്ടിന്റെ പല ഇഷ്യൂസും, വീട്ടിലെ കാര്യങ്ങള്, മക്കളുടെ കാര്യങ്ങൾ, ഭാവി തീരുമാനങ്ങൾ, അതൊക്കെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ വിവാഹം ഒരു കൂട്ടാണോ കൂട്ടുകെട്ടാണോ? അതൊരു നല്ലൊരു കൂട്ടാണ്. നല്ലൊരു കൂട്ട് അല്ലേ? കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ എന്താ? കൂട്ടുകെട്ട് എന്ന് പറയാൻ അത് നമ്മളൊരു ബിസിനസ് അല്ലല്ലോ. ബിസിനസ് അല്ല. കൂട്ടുകെട്ടിലപ്പോ സ്നേഹമില്ലേ? അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അല്ല, കൂട്ടുകെട്ടില് സ്നേഹമില്ലേ? കൂട്ടുകെട്ടിൽ സ്നേഹമുണ്ട്. അതൊരു നിമിഷ നേരത്തേക്കുള്ള ഒരു സ്നേഹമായിരിക്കും. ഒരു നിമിഷ നേരത്തേക്കുള്ള സ്നേഹമാണോ? ആ ഒരു രീതിയിൽ ഞാൻ കാണും. ഇപ്പൊ നിങ്ങൾ ചോദിച്ചോട്ടെ, ബിന്ദു അല്ലേ? ബിന്ദു, ഈ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചായിരിക്കുന്നു, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് അസുഖം വന്ന് ആസ്പത്രി കൊണ്ടുപോകുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അല്ലേ? അപ്പൊ അതൊരു നല്ലൊരു കൂട്ടുകെട്ടല്ലേ? കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ലാസ്റ്റ് ചെയ്യണമെന്നില്ല. ഇല്ല. അത് ഒരു ലക്ഷ്യം. പറഞ്ഞ ഒരു മിനിറ്റ്, എന്താ പറയാ? നല്ല കൂട്ടുകെട്ടുകളുണ്ടല്ലോ. നല്ല കൂട്ടുകെട്ടുകളുണ്ടല്ലോ അല്ലേ? കൂട്ടുകെട്ടില് വ്യക്തികൾ മാറി മാറി വരാം. വ്യക്തികൾ മാറി വരത്തുന്നില്ല. ഒരാളോട് തന്നെ സ്ഥിരമായിട്ട് കൂട്ടുകെട്ട് വേണമെങ്കിൽ പുലർത്താനോ? നമുക്ക് കുറച്ചുകൂടി കമ്മിറ്റ്മെന്റ്, പൂർണ്ണമായിട്ട് നമുക്ക് ആ കമ്മിറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാണ് കൂട്ടുകെട്ടിലില്ലേ? പാർട്ണർഷിപ്പിൽ നല്ല പാർട്ണർഷിപ്പ്, നല്ല പങ്കാളിത്തം അല്ലേ? അത് ലാഭത്തിന് വേണ്ടി മാത്രമായിരിക്കും. ചിലപ്പോൾ ലാഭത്തിന് വേണ്ടിയിട്ടോ? എന്തെങ്കിലും സ്വാർത്ഥത കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അതില്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടുകെട്ട് അവസാനിച്ചെന്ന് വരാം. ഇപ്പൊ നമ്മുടെയൊക്കെ വിവാഹങ്ങളിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഭാര്യയും ഭർത്താവും ഉള്ള കൂട്ടുകെട്ട് എന്ന് പറയണ പോലെ തന്നെ അതിനേക്കാൾ ദൃഢമായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് പുറത്തും ഉണ്ടാവാമല്ലോ, സൗഹൃദങ്ങൾ ഉണ്ടാവുമല്ലോ. ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിച്ചത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആളോട് ആ കൂട്ടുകെട്ട് നമ്മൾ അവസാനിപ്പിച്ചാൽ, സൗഹൃദത്തിലാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? കിട്ടിയില്ലെങ്കിൽ പോവും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ? കൂട്ടുകെട്ട് എന്ന് പറയുന്നതും കൂട്ട് എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വീട്ടിൽ വെച്ച് സമയം ഒരുമിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരോടി ഒരു ഔട്ടിങ്ങിന് പോകും, അല്ലെങ്കിൽ റിക്രിയേഷൻ പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചില കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആലോചിക്കും ഒരുമിച്ചിരുന്ന്. അതേതാണ്? കൂട്ടാണോ കൂട്ടുകെട്ടാണോ? കൂട്ടാണത്. അത് കൂട്ടാണ്. കൂട്ടെന്ന് പറഞ്ഞാൽ എന്താ? ഒരു വൈകാരികമായുള്ള വലിയൊരു അടുപ്പുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, താങ്കൾക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഭാര്യയോട് പറയാറുണ്ടോ? പറയാറുണ്ട്. ഭാര്യയോട് വിഷമം പറയാറുണ്ട് അല്ലേ? ഓക്കെ, എങ്ങനെയാ പറയണേ? ഇപ്പൊ ഈ അടുത്തായിട്ടുണ്ടായ ഒരു വിഷമം ഞങ്ങളോട് പറഞ്ഞു. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഫിനാൻഷ്യലായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു അല്ലേ? നമ്മളത് ഭാര്യയോട് പറയും അല്ലേ? അപ്പോൾ ഭാര്യ എങ്ങനെ പ്രതികരിക്കും? വീട്ടിൽ നടക്കുന്നത് പുള്ളി ഫിനാൻഷ്യലി പറയുമ്പോൾ ഞാനും കൂടുതൽ സങ്കടപ്പെടാറാണ് പതിവ്. കൂടുതൽ സങ്കടപ്പെടും. നമ്മൾ അതിനെ കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, ഞാൻ ചേട്ടായിക്ക് ഇത് കൊടുക്കും. ഞാൻ എപ്പോഴും പറയും, ചേട്ടായി ഒത്തിരി ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഇത്രയൊക്കെ ഇല്ലേ, ഇത് ഇപ്പൊ അതിനൊരു പ്രശ്നമല്ല, അതിനെ കുറിച്ച് സ്ട്രെസ് എടുത്ത് ജീവിതം നമ്മൾ നശിക്കണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കും. അതിനെ കുറിച്ച് നമ്മുടെ കയ്യിലിരിപ്പിന്റെ ബുദ്ധിമുട്ട്, നമ്മുടെ കയ്യിലിരിപ്പിന്റെ പ്രത്യേകത കൊണ്ടാണ് നമുക്ക് നഷ്ടം വന്നതെന്ന് കരുതുക. ഭാര്യയോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ? സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഈ ആള് കുറ്റപ്പെടുത്തില്ല? ഇല്ല, ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അത് പറഞ്ഞ് നന്നായി എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിലാണ് നമുക്ക് കൂടുതൽ ഉള്ളിൽ നമ്മൾ കിടന്നിട്ട്. അപ്പൊ ഒരു വൈകാരികമായിട്ട് നമ്മളുടെ മുറിവുകൾ, നമ്മുടെ കുറവുകൾ നമ്മുടെ ജീവിത സഖിയോട് തുറന്ന് പങ്കുവെക്കാൻ പറ്റുന്നുണ്ട്. അതേതാ? കൂട്ടാണോ കൂട്ടുകെട്ടാണോ? അതൊരു കൂട്ടാണ്. ശരിയല്ലേ? വീട്ടിലെ ലീഡർ ആരാ ഫിജോ? വീട്ടിലെ ലീഡർ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ലീഡർ ആരാ? കുടുംബത്തിന്റെ ലീഡർ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി? അതെങ്ങനെയാണ് രണ്ടുപേരും കൂടി ആവുന്നത്? അത് രണ്ടുപേരും കൂടി ആലോചിച്ചിട്ടായിരിക്കും തീരുമാനങ്ങൾ. എല്ലാ കാര്യമൊക്കെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റും? രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ഓരോരുത്തർ പെട്ടെന്ന് എടുക്കും. അല്ലേ? എന്നാലും നിങ്ങൾ രണ്ടുപേരും വേണ്ടി വന്ന നമുക്ക് എടുക്കേണ്ട ചില പ്രധാനമായ തീരുമാനങ്ങളൊക്കെ രണ്ടുപേരും കൂടിയിട്ട് എടുക്കാറുള്ളൂ. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് എടുക്കുന്നത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് എടുക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഫീൽ ഉണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ലീഡർ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. അതെ, നിങ്ങൾക്ക് അങ്ങനെയുണ്ടാ? നിങ്ങളുടെ വീട്ടിലെ ലീഡർ ആരാ? ലീഡർഷിപ്പ് എപ്പോഴും ഞാൻ തന്നെ എടുക്കുക. ഞാൻ തന്നെയാണ്. ഭാര്യയുടെ റോൾ എന്താ? ഭാര്യയുടെ റോള് എൻ്റെ നല്ലൊരു സഹായി. താങ്കൾ മുഖ്യമന്ത്രി, ഇയാൾ ഉപമുഖ്യമന്ത്രി. കറക്റ്റ് ആണ്? അഡ്വൈസറി ബോർഡ്. അതിന് അപ്പുറത്തുള്ള ഒരു ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. അതിനപ്പുറത്തുള്ള സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നമ്മളാണ് പ്രസിഡന്റ് എന്നുള്ളൊരു പ്രസിഡന്റ്. വീറ്റോ പവർ ഉണ്ടോ? ആൾക്ക് വീറ്റോ പവർ ഉണ്ട്. അപ്പൊ
അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം അദ്ദേഹത്തിന് എല്ലാ വശങ്ങളെ കുറിച്ചും നല്ല ധാരണയുണ്ട്. പക്ഷെ അത് ആക്കിയാലാണ് നടപ്പിലാകുള്ളൂ. അത് നമ്മള് ഒപ്പ് വെച്ചാൽ കാര്യം നടക്കുള്ളൂ അല്ലേ? അതത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ താങ്കൾക്ക് ഒപ്പ് വെക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? തീർച്ചയായിട്ടും. ആള് തീരുമാനിച്ചു, താങ്കൾ ഒപ്പ് വെക്കൂല, എങ്ങനെയുണ്ടാവും കുടുംബം? എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിലേക്ക് ആ പോയിന്റിലേക്ക് എത്തിക്കാറാണ് അതെ, ഞാൻ കൺവിൻസ്ഡ് ആവാറുണ്ട്. ശരിക്കും ഞാൻ പറയട്ടെ, ഈ ഭർത്താവ് ഭാര്യ ബന്ധത്തിൽ ഒരു തുല്യത തോന്നുന്നുണ്ടോ? ഞങ്ങൾ തുല്യരാണ് എന്ന്? അതെ, അദ്ദേഹം ഇച്ചിരി കൂടി നിൽക്കണമെന്ന് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ അദ്ദേഹം അങ്ങനെ ഓട്ടോക്രാറ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓട്ടോക്രാറ്റ് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു സ്ത്രീ ആയി കഴിഞ്ഞാൽ അല്പം വിധേയത്വത്തോടു കൂടി ഇങ്ങനെ നിൽക്കണ്ടേ ഒരു ഭർത്താവിന്റെ അടുത്ത്? വിധേയത്വം രണ്ട് ഭാഗത്തും വേണം. ചില സന്ദർഭങ്ങളിൽ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് വേണം. ഇദ്ദേഹം ലീഡറാന്ന് പറഞ്ഞാൽ ശരി, യോജിക്കാൻ പറ്റുമോ? ഡിസിഷൻ കൂടുതൽ എടുക്കുന്നത് അദ്ദേഹം ആയതുകൊണ്ട് എന്നാലും അദ്ദേഹം അത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്തിട്ട് ആള് തീരുമാനിക്കും. അപ്പോഴും ലീഡർ ആരാ? ഇല്ല, ആ തീരുമാന ചർച്ചയുടെ അവസാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യം പറഞ്ഞു ഞങ്ങളോട്. നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ റോള്. ഇപ്പോൾ ഞങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ആണുള്ളത്. അപ്പോൾ അദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞു, നമുക്ക് ബാത്റൂം ഫിറ്റിംഗ്സിന്റെ സമയമായി, നമുക്ക് പോയിട്ട് അത് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കുറച്ച് മൂഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ പോയിക്കോ, ഞാൻ പിന്നെ വരാം. പക്ഷെ അദ്ദേഹത്തിന് ആ നിർബന്ധമാണ് ഞാൻ കൂടി വരണം. ഇല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ഇഷ്ടം ചോദിക്കും അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇഷ്ടപ്പെട്ടതാണെങ്കിലും അത് വേണ്ട, അപ്പൊ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് അംഗീകരിക്കാറുണ്ട്. അപ്പൊ താങ്കൾക്കൊരു ഫീൽ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ആ ഒരു അർത്ഥത്തിൽ ശരിയാണോ വളരെ ശരിയാണ്, വളരെ ശരിയാണ്. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഇപ്പൊ നിൽക്കുന്നില്ല. പ്രധാനമന്ത്രി ആണെങ്കിലും പ്രസിഡന്റ് ആണ്. അതെ 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 അതെ. അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് തീരുമാനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ജനാധിപത്യമാണല്ലോ, ജനാധിപത്യമാണ്. അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് തീരുമാനിക്കാൻ അല്ലേ, അല്ലാതെ ഒരാൾ അപ്പർ ഹാൻഡ് ഒരാൾ താഴെയുമല്ല. അത് ചെറിയ കാര്യമാണെങ്കിലും ശരി, വലിയ കാര്യമാണെങ്കിലും ശരി, ഒരുമിച്ച് തീരുമാനിക്കാം. തീരുമാനം വരുമ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ ചെയ്താൽ ഏറ്റവും നല്ലത്. ഡിസ്കഷൻ മാത്രമല്ല, ഒരുമിച്ച് തീരുമാനിക്കാൻ. അതായത് തീരുമാനം എടുക്കുന്ന രീതി പലതുണ്ടല്ലോ. അതായത് ഞാനാണ് തീരുമാനം എടുക്കുന്ന ആള്, ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കും, എന്നിട്ട് ഭാര്യ പറയുകയാണെങ്കിൽ ഞാൻ അഭിപ്രായം നോക്കും, നല്ലതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും, നല്ലതാണെങ്കിൽ ഞാൻ തള്ളിക്കളയും. അപ്പോഴും ഞാനാണ് തീരുമാനിക്കുന്നത്. ഇത് അങ്ങനെയല്ല, കുടുംബത്തിന്റെ ലീഡർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കും. അതല്ലേ? ഓക്കെ, നിങ്ങളുടെ വീട്ടിലെങ്ങനെയാ ബാബു, റീന? അച്ഛാ, ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. 15 വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ട് എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാർ തന്നെയായിരുന്നു. ഓ, കൂട്ട് എന്ന് പറഞ്ഞ കൂട്ടുകാരായിരുന്നു. ഓക്കെ. ഞാനൊരു തീരുമാനം പലപ്പോഴും ആ ഒരു കല്യാണത്തിൻ്റെയൊക്കെ ആദ്യ സമയങ്ങളിൽ ഞാനൊരു തീരുമാനമൊക്കെ എടുക്കുന്നത് എൻ്റെ കൂട്ടുകാരോടൊക്കെ കൂടുതലും ആലോചിച്ചിട്ടൊക്കെ ആയിരുന്നു. ആ സമയത്ത് പിന്നെ കുറച്ച് നാളുകളൊക്കെ ശേഷം ഇതിൻ്റെയൊക്കെ ഒരു മനസ്സിലാക്കി ഇപ്പം ഞാനിപ്പോൾ ഒരു പരിധി വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു 100% കാര്യങ്ങൾ എടുക്കുന്നത് ഭാര്യയോട് തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ ഒരുമിച്ചാണ് തീരുമാനം. അതെ, ആദ്യം അങ്ങനെയല്ലായിരുന്നു. അല്ല, തീർച്ചയായും കൂട്ടുകാരോടൊപ്പം നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും. ഞാൻ എൻ്റെ കാർ എടുക്കാൻ പോയത് പോലും ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അതെ, ഞാൻ തിരിച്ചു വന്നതിന് ശേഷം പലപ്പോഴും പല മറ്റേ സ്റ്റാറ്റസിനകത്തും ഇതിനകത്തൊക്കെ രണ്ടുപേരും കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഈ കാറിന്റെ കീ കൊടുക്കുന്നതൊക്കെ കണ്ടു. ഇവൾക്ക് അതിനു ശേഷം ഇവളെന്നോട് പറഞ്ഞു, ഇവൾക്ക് അതിന് ഭയങ്കര സങ്കടമായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ 15 വർഷം ഇപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞു. ഇപ്പൊ ഞാനൊരു തീരുമാനം എന്തെടുക്കുന്നതും ഞാൻ എന്റെ ഭാര്യയോട് ചേർന്നിട്ടാണ്. അതിനാണ് പേര് കൂട്ട്. അതെ, മറ്റു നേരത്തെ കൂട്ടുകെട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ പലപ്പോഴും നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ദമ്പതിമാര് എന്റെ കൂട്ടുകാർ തന്നെയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇപ്പോഴും ആ ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടില്ല. കൂട്ടുകെട്ടിലാണ് പലരും. ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ആ വ്യത്യാസം, ആ കൂട്ടും കൂട്ടുകെട്ടും തമ്മിലുള്ള വ്യത്യാസം? തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ പറയുന്നതിനെ അംഗീകരിക്കുകയോ അങ്ങനത്തെ ഒരു മനോഭാവം ആൾക്കുണ്ടായിരുന്നില്ല. ആളെന്തോ വലിയൊരാളും നമ്മളെന്തോ ഒരു ചെറിയ ആളും ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതുപോലെ ആയിരുന്നു ആളുടെ ഇത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്തിനും നമ്മളുടെ അടുത്ത് ആള് പുറത്താണെങ്കിൽ പോലും അത് നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? വെരി ഗുഡ്, നല്ലൊരു മാറ്റമാണ് കേട്ടോ. ഇത് എങ്ങനെ മാറ്റം വന്നു നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷെ ഇതാണ് കൂട്ട്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഈ ലീഡർ ആരാ? ഞാനാണ്
അല്ലേ? ഞാൻ തീരുമാനിക്കാം അല്ലേ? അത് വളർന്നു വന്ന സാഹചര്യം കൊണ്ട് അതെ അതെ അങ്ങനെ ഫാമിലി ആയപ്പോഴും തന്നെ അതിനുശേഷവും തീരുമാനങ്ങൾ എടുക്കുന്നത് മുഴുവനായിട്ട് ഞാൻ തന്നെയാണ്. അതെ തന്നെ, ഭാര്യയുടെ റോള് സഹായിക്കുക. ഞാൻ ഇപ്പൊ തീരുമാനത്തിൽ വ്യത്യാസത ഉണ്ടാവാം ചില സമയത്ത്, പക്ഷേ എങ്കിലും ഞാൻ അവളെ അത് പറഞ്ഞ് എൻ്റെ ഇതിലേക്ക് കൊണ്ടുവരും. അതിനുള്ളൊരു കഴിവ് നമുക്കുണ്ട് അല്ലേ? ശരിക്കും നമ്മൾ പണ്ടേ തുടങ്ങി നമ്മുടെ മാതാപിതാക്കളെ കണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. തീരുമാനം എടുക്കേണ്ടത് ആരാ? പുരുഷൻ അല്ലേ? സ്ത്രീകൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ഈക്വൽ റോളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു കുറവ് പോലെ പണ്ടത്തെ കൾച്ചറിലുണ്ട്. അതിൻ്റെ ഒരു വാങ്ങൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ സ്വാഭാവികമാണ് അല്ലേ? പക്ഷെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും. അത് വന്നു തുടങ്ങിയിട്ടില്ലേ? ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൂട്ടിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ ഒരുമിച്ച് അവർക്കൊരു സമത്വം, തുല്യത, രണ്ടുപേരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹുമാനം, ഇതൊക്കെ ഉണ്ടാവും. കൂട്ടുകെട്ടിലാണെങ്കിലോ ഒത്തിരി വിവാഹങ്ങൾ കൂട്ടുകെട്ടാണ്. അവിടെ എന്താ, ഒരാൾ തീരുമാനിക്കുന്നു, മറ്റേ ആൾ യെസ് ആലോചിക്കും കേട്ടോ, ആലോചിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവർ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ വ്യത്യാസമുണ്ട്. കൂട്ടിലാണ് കുറച്ചും കൂടി വൈകാരികമായ അടുപ്പവും ഒരു സമത്വഭാവവും അതുപോലെ തന്നെ ഒരു ഉണർവ്, ഉന്മേഷം. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരുമിച്ച് ഒരു ഔട്ടിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരുമിച്ച് സ്നേഹത്തിന് ചില പ്രവർത്തികൾ ചെയ്യുക അല്ലേ? ശരിയല്ലേ? ശരിക്കും ഇപ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുകയാണ് എങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചോദിക്കട്ടെ, ഇപ്പോൾ ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യണം, ഭർത്താവ് എന്ത് ചെയ്യും? സഹായിക്കാൻ പറ്റുന്ന വല്ല ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ പോയി നമ്മൾ സഹായിക്കുന്നു. കൂട്ടുകെട്ടിലും സഹായിക്കാം. പക്ഷെ കൂട്ടിലാണെങ്കിൽ എങ്ങനെ സഹായിക്കണേ? അല്ല, അവിടെ അടുക്കളയിൽ നിന്ന് ചില കുസൃതികളൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അങ്ങനെ ഒപ്പിച്ച ഒരു കുസൃതി ഞങ്ങളോട് പറഞ്ഞു. അത് ഇടയ്ക്ക് അറിയാണ്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും കറക്കി അറിയുക, അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പിച്ച് കൊടുക്കുക. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തൊണ്ട്, ഒരു പിച്ച്, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? സൗഹൃദം അല്ലെങ്കിൽ കൂട്ടിന്റെ ഭാഗം. നമ്മുടെ സ്വന്തം എന്നുള്ളൊരു ഫീൽ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. അതന്നെ തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി സ്ഥലത്ത് ഫിജോ, ജോലി സ്ഥലത്ത് നമ്മുടെ കൂടെയുള്ള ആള് അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയർ നമ്മളെ വഴക്ക് പറഞ്ഞു, നമുക്ക് ഭയങ്കര സങ്കടമായി. വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയില്ല. എന്താ പറയാത്തത്? അത് മാക്സിമം അവളെ കൂടി വേദനിപ്പിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അത് പറഞ്ഞാൽ അവൾക്ക് വേദനയാവും അല്ലേ? അപ്പൊ ഇത് കൂട്ടാണോ കൂട്ടുകെട്ടാണോ? അല്ല, അത് താങ്കളുടെ ഉള്ളിലുള്ളൊരു വിഷമം ഭാര്യയോട് പറയാൻ കഴിയാത്തത് കൂട്ടാണോ കൂട്ടുകെട്ടാണോ? അത് വെറുതെ കൂടെയുള്ള ആളെന്തിനാ വെറുതെ ഞാൻ പറഞ്ഞതിന് ബോധം കെട്ട് വീണാലോ? അപ്പൊ നമ്മൾ ആളുടെ ആരോഗ്യത്തെ മാനിച്ച് നമ്മളത് പറയൂല. പക്ഷെ ഞാനാകുന്ന ഒരു വ്യക്തിയെ മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ഒരു തനിമയിൽ എൻ്റെ കൂടെയുള്ള ഒരാളോട് തുറന്ന് പങ്കുവയ്ക്കാൻ പറ്റുമ്പോഴല്ലേ കൂട്ട് കറക്റ്റ് ആവണത്? അല്ലേ? എനിക്കൊരു പരാജയം വന്നു, എനിക്കൊരു വിഷമം വന്നു, അല്ലെങ്കിൽ എനിക്കൊരു വലിയൊരു സ്വപ്നമുണ്ട്, അതൊക്കെ ഒന്ന് തുറന്ന് പങ്കുവയ്ക്കാൻ പറ്റും അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ താങ്കൾ ഒരു അഭിപ്രായം ബാബുവിനോട് പറയാൻ, താങ്കൾക്കൊരു സ്വപ്നമുണ്ട്, ഒരു അഭിപ്രായമുണ്ട്, അത് പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ടോ? തോന്നുന്നുണ്ടോ ശ്രീന? ഫ്രീഡം ഉണ്ടല്ലേ? അതിനാണ് നമ്മൾ കൂട്ടെന്ന് പറയുന്നത്. ശരിയല്ലേ? അല്ലേ? അങ്ങനെ ഒരു ഫ്രീഡം അല്ലേ? നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം, സ്മിഷ, കല്യാണം കഴിഞ്ഞ ശേഷം ഏതെങ്കിലും കാര്യത്തിൽ താങ്കൾ വളർന്നിട്ടുണ്ടോ? അല്ല വേണ്ട പോട്ടെ, ഇയാൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു കാര്യം അതായത് എനിക്ക് കല്യാണത്തിന് മുമ്പ് നമ്മുടെ കഴിവുകളല്ലേ ഉദ്ദേശിച്ചത്. കല്യാണത്തിന് മുമ്പ് ഞാൻ നന്നായിട്ട് ആങ്കറിങ്ങും സ്പീച്ചിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതൊരു കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമായിട്ട് അതൊന്നും ഇല്ലാണ്ട് ഒതുക്കി വെച്ച് ഉള്ളില് ഇപ്പൊ ഒരു 2 വർഷമായിട്ട് ചേട്ടായി എന്നോട് നീ പ്രസംഗം പറയും, ആങ്കറിങ് ഒക്കെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അതിൽ നല്ല എനിക്ക് ഇദ്ദേഹത്തോട് കുറച്ച് അടുപ്പം കൂടുന്നുണ്ടോ? തീർച്ചയായിട്ടും കൂടുന്നില്ലേ? ആ 10 വർഷം ഒതുക്കി വെച്ചതിനേക്കാൾ ഇപ്പൊ ഇച്ചിരി വളർന്നു വരുമ്പോൾ ഒരു അടുപ്പം കൂടുന്നില്ലേ? ഇപ്പോഴാണ് ഇത്രയും നാളെ എന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നേ, അയ്യോ ആ ഫ്രിജോന്റെ വൈഫ് പെങ്കൊച്ചിന് വലിയ കഴിവൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എല്ലാരും പറയും, അയ്യോ നീ എത്ര സ്മാർട്ടാണെന്ന് അറിഞ്ഞു. അപ്പൊ താങ്കൾ വ്യക്തിപരമായിട്ട് വളരുകയാണ് അല്ലേ? ആ വളർച്ചയിൽ ഭർത്താവ് സഹായിക്കുന്നു. അപ്പൊ ഒരു കൂട്ടിലേക്ക് ഞങ്ങൾ പതുക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ചിലപ്പോൾ നമുക്ക് അതറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വളരാനായിട്ട് സാധിച്ചില്ല. കൂട്ടുകെട്ടായി ജീവിച്ചു. യഥാർത്ഥത്തിൽ ദൈവം വിവാഹം എന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ വിളിച്ചത് കൂട്ടിലേക്കാണോ കൂട്ടുകെട്ടിലേക്കാണോ? സൗഹൃദം അല്ലേ? അത്തരത്തിലൊരു ജീവിതം നയിക്കാനാണ്. അതിന് ബൈബിളിൽ വളരെ കൃത്യമായ ഒരു സെൻറ്റൻസ് ഉണ്ട്. അത് ഏതായിരിക്കും നിങ്ങൾ പറയാൻ പറ്റുമോ? ബൈബിളിൽ ഒരു വളരെ ഭംഗിയായ ഒരു സെൻറ്റൻസ് ഉണ്ട്. ഈ കൂട്ട് സൗഹൃദത്തിലേക്കാണ് ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. അതേതാ? ദൈവം ചേർന്ന ഇണയെ നൽകി. ഇണയെ എന്ന് പറയുമ്പോൾ ഒരു കൂട്ട് അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ എന്നുള്ള രീതിയിലാവാം. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു വാചകം പറഞ്ഞോ. തുണയാണ് അതിനേക്കാൾ ശക്തമായ വാചകം. എൻ്റെ ദൈവമേ, ബൈബിൾ വളരെ കൃത്യമായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് ഏതാ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കൂട്ട്? ഇതെന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസം എന്ന് പറഞ്ഞു പിന്നെ അതിൽ പറയും എന്തുണ്ട് അല്ലേ? ശരിക്കും
ഫ്രീജോ ഈ മീശയുടെ കാല് മുറിഞ്ഞാൽ താങ്കൾക്ക് വേദനിക്കൂലേ? തീർച്ചയായിട്ടും വേദനിക്കൂലേ? 2 തരം വേദനയുണ്ട്. ഏത് വേദനയാണെന്ന് എന്നോട് പറയുമോ? അതായത് ഒന്നാമത്തെ വേദന തലവേദന എന്ന് പറഞ്ഞാൽ ഈ സാധനം അവിടെ നോക്കി നടക്കാറുണ്ട്, ഇനി ഇതിനെ ആസ്പത്രി കൊണ്ടുപോകണമല്ലോ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊരു കഷ്ടപ്പാടാണത്. ഇതാണ് തലവേദന. മറ്റൊരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ കാല് മുറിയുമ്പോൾ എൻ്റെ കാല് മുറിഞ്ഞാൽ എന്ന പോലെയുള്ള ഒരു ഹൃദയവേദന, സങ്കടം. അതന്നെ എൻ്റെ ഹൃദയവേദന. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കാല് മുറിഞ്ഞാൽ, ആളുടെ കാല് മുറിഞ്ഞപ്പോൾ എൻ്റെ കാല് മുറിഞ്ഞ ആ വേദന എനിക്ക് ഫീൽ ചെയ്യാണ്, പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഞാൻ ആളോട് പറയുന്നേ, നീ ഇവിടെ ഇരുന്നോട്ടോ, ഞാൻ എല്ലാം നോക്കി തന്നോളൂ, നീ ഇവിടെ ഇരിക്കും, വിശ്രമിക്കും. ഏതാ താങ്കൾക്ക് ഉണ്ടാവുക? തലവേദനയാണ് ഹൃദയവേദനയാണ്? ഹൃദയവേദന. അതാണ് കൂട്ട്. മറ്റത് തലവേദനയാണെങ്കിൽ ഏതാ? കൂട്ടുകെട്ട. വ്യത്യാസം മനസ്സിലായ? ശരിക്കും വിവാഹത്തിൽ ദൈവം വിളിച്ചത് അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായി. ഇനി നിങ്ങൾ മേൽ 2 ഒന്നാണ് എന്ന് പറയുന്ന ആ ഏകത്വത്തിലേക്കാണ്. അത് കൂട്ടിൻ്റെ ഏകത്വമാണ്, സൗഹൃദത്തിൻ്റെ ഏകത്വമാണ്, അല്ലാതെ വെറുതെ ഒരു കൂട്ടുകെട്ടല്ല. ചിലരുണ്ട് യാന്ത്രികമായിട്ട് ജീവിച്ച് മുമ്പോട്ട് പോവുകയാണ്, 2 പേരും കല്യാണം കഴിച്ചു, അങ്ങോട്ട് ഇങ്ങോട്ട് കുറേ ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ, സ്നേഹമൊക്കെ ഉണ്ട്. ഒരാളെ കുറിച്ച് മറ്റൊരാളുടെ മുമ്പിൽ മോശമായിട്ടൊന്നും സഹോദരിപ്പിക്കാറില്ല. പക്ഷേ ഒരു ഊഷ്മളതയില്ല, ഒരു നല്ലൊരു, ഇപ്പം നിങ്ങൾക്കൊക്കെ ഇത്രയും വിവാഹത്തിൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ ഇങ്ങനെ പതുക്കെ ഒരു ഫീൽ വന്ന് തുടങ്ങിയില്ലേ? എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എൻ്റെ ജീവിത സഖിയാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും അല്ലേ? നേരത്തെ നമ്മുടെ ബാബു പറഞ്ഞു, ആദ്യമൊക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഏറ്റവും വലുത്. മനസ്സിലാവുന്നുണ്ടോ? പല കാര്യങ്ങളും അവരോട് ആലോചിച്ചിരിക്കുന്നത്. പക്ഷേ വിവാഹത്തിലേക്ക് വളർന്നു വരുമ്പോൾ എൻ്റെ ജീവിത സഖിയാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്. അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു അരൂപി അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഴ്ചപ്പാട് വിവാഹത്തിൽ വളർന്നു വരിക. യെസ്, നിങ്ങളെല്ലാവരും പതുക്കെ ചിലർ ഓൾറെഡി അതിനകത്ത് വന്നിട്ടുണ്ട്, ചിലർ പതുക്കെ അതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പരിശോധിക്കേണ്ട കാര്യം, എപ്രകാരം ഈ തരത്തിലുള്ള ഒരു സൗഹൃദ ദാമ്പത്യം അല്ലെങ്കിൽ വിവാഹത്തെ ഒരു കൂട്ടായിട്ട്, വെറും കൂട്ടുകെട്ടല്ല, കൂട്ടായിട്ട് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പം നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്ക് വേണ്ടത് കൂട്ടാണ്, കൂട്ടുകെട്ടല്ല. നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകർക്കും ആഗ്രഹം ഉണ്ടാവും, ഈ കൂട്ടുകെട്ടല്ല, കൂട്ട് എങ്ങനെ വളർത്തിയെടുക്കാമെന്ന്. വെറുതെ ഒരു യാന്ത്രികമായിട്ടൊരു വിവാഹ ജീവിതം നയിക്കുന്നതിനേക്കാൾ ഒരു സൗഹൃദമായ ഒരു ദാമ്പത്യ ജീവിതം, അല്ലേ? എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എൻ്റെ ജീവിത സഖിയാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവെന്ന് ആരുടെ മുൻപിലും പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു വൈകാരിക അടുപ്പമൊക്കെ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് പ്രേക്ഷകർ കരുതുന്നുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, വിവാഹബന്ധങ്ങൾ പലതും തളരുന്നതിൻ്റെ കാരണം സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സൗഹൃദമില്ലാഞ്ഞിട്ടാണ്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സൗഹൃദമില്ലാഞ്ഞിട്ടാണ്. സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് പല ദമ്പതികളും ചെയ്യുന്നത്, അല്ലേ? രാവിലെ മുതൽ ജോലി ചെയ്തിട്ട് ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയല്ലേ? അല്ലേ? ഭർത്താവിന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയല്ലേ? ശരിയല്ലേ? 2 പേരോട് ഒരുമിച്ച് മക്കളുടെ കാര്യം നോക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയല്ലേ? ശരിയല്ലേ? അവരുടെ ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ഒരുമിച്ച് സഹായിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തിയല്ലേ? ഇതൊക്കെ പല വിവാഹങ്ങളിലും ഉണ്ട്. പക്ഷേ വിവാഹ ജീവിതം വളരാത്തതിൻ്റെ കാരണം ഇതില്ലാഞ്ഞിട്ടല്ല, പിന്നെ എന്താ? സ്നേഹത്തെ ഒരു സൗഹൃദമായി അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? ഇതെങ്ങനെ ഈ സൗഹൃദം വിവാഹത്തിൽ വളർത്തിയെടുക്കാം, എങ്ങനെ ജീവിത സഖിയെ ഒരു സുഹൃത്തായി കണ്ട് നല്ലൊരു ബന്ധം രൂപപ്പെടുത്തിയെടുക്കാം. നിങ്ങൾക്ക് ചിലത് പറയാനുണ്ടാവും, നിങ്ങൾ ആരും കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഉടനെ ആകാമെന്ന് കരുതി കല്യാണം കഴിച്ചതാണ്. ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പേ തന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോഴും ആ സൗഹൃദം തുടരാണെന്നൊക്കെ. അതിന് വേറെ ലെവലുകളൊക്കെ ഉണ്ട്. ഏതായാലും നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു സൗഹൃദത്തിലേക്കൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും, എങ്ങനെയാണ് ഈ സൗഹൃദം വളർത്തുന്നത് എന്ന്. ഓക്കെ, എന്ത് തോന്നുന്നു? നേരത്തെ ബാബു പറഞ്ഞല്ലോ, ആദ്യത്തെ 10 വർഷം കൂട്ടുകാരായിരുന്നു ഏറ്റവും വലിയ കൂട്ടെന്ന്. തീർച്ചയായിട്ടും. പിന്നീടാണ് ഭാര്യ കൂട്ടായിട്ട് മാറിയത്, ശരിയല്ലേ? എങ്ങനെ അതിനകത്തേക്ക് വന്നതെന്ന് പറയണമെങ്കിൽ, ഞാൻ പലപ്പോഴും കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ പല തിരിച്ചടികളുമാണ് എനിക്ക് മനസ്സിലായി. ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി, ആശ്രയിക്കാവുന്നത് ഭാര്യ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. അത് വലിയൊരു റിയലൈസേഷൻ ആണ്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഒരു പരിധി വരെ എന്നെ കുറിച്ച് ഏറ്റവും എന്റെ പേഴ്സണലായിട്ട് എന്നെ അല്ലെങ്കിൽ 90% കൂടുതലും അറിയുന്നതും എന്റെ ഭാര്യയ്ക്കാണ്. അപ്പൊ അവൾക്ക് എന്നെ കുറിച്ച് ഇപ്പൊ ഏതൊരു തീരുമാനം, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എടുക്കുന്നതും അവൾക്ക് പെട്ടെന്ന് എളുപ്പമാണ്. അതെ, ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുന്നത്, ഇനി ഏറ്റവും ദീർഘകാലം നമ്മളോടൊപ്പം ഉണ്ടാകാൻ പോകുന്നത് ആരാ? ഈ ഭാര്യയാണ്. അപ്പോൾ ബാബു തിരിച്ചറിഞ്ഞു, പുറത്തുള്ള കൂട്ടിനേക്കാൾ നല്ലത് അകത്തുള്ള കൂട്ടാണ്, അല്ലേ? അങ്ങനെയാണ് ഭാര്യയുമായിട്ട് നല്ലൊരു കൂട്ട് സൗഹൃദം വളർത്തിയെടുക്കാനായിട്ട് ഒരു കോണ്ടെക്സ്റ്റ് ആയതല്ലേ? ഓക്കെ, യെസ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് ജീവിത സഖിയോട് കൂടുതൽ ഇങ്ങനെ ഒരു കൂട്ട് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്ന നിലയിലേക്ക് വരാനായിട്ട് കാരണമായതോ, അല്ലെങ്കിൽ അതിനോട് പറ്റിയൊരു കോണ്ടെക്സ്റ്റ് എന്തെങ്കിലും? ഫിജോ, എന്തെങ്കിലും അങ്ങനെ? എനിക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ
ഇതേപോലെ തന്നെ എന്തെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെടുന്ന സമയത്ത് എനിക്കറിയില്ല അതെന്തോരം എൻ്റെ വാല്യൂ ഉണ്ടെന്ന്. ഓക്കെ ഓക്കെ. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് എന്നോട് പറഞ്ഞു തരാറുള്ളത് എൻ്റെ ഭാര്യയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളുടെ മൂല്യം എന്താണെന്ന് നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കി ഭാര്യ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അതൊരിക്കലും എൻ്റെ ഒരു കൂട്ടുകാരോ വേറെ ആരും എനിക്ക് പറഞ്ഞു തരാറില്ല. ഓക്കെ ഓക്കെ. അതായത് നമ്മളെ ശരിക്കും വിലമതിക്കുന്നത് ഭാര്യയാണ് തിരിച്ചറിയുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ കൂട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ മറ്റുള്ള കൂട്ടുകാരല്ല, ഈ കൂട്ട് ഭാര്യയാണ്. അത് എപ്പോഴും ആത്മാർത്ഥത ഉള്ളവരാണ് ആ പറഞ്ഞിരുന്നത്. ശരി ശരി ശരി. അതുകൊണ്ടിട്ടാണ് എനിക്ക് ശരിക്കും നമുക്ക് നല്ല ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന, നമ്മളെ മനസ്സിലാക്കി നമ്മളോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരാൾ കൂടെ ഉണ്ടെന്ന്. അതിലും കൂടുതൽ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അറിയാത്ത എൻ്റെ കഴിവിനെ കുറിച്ച് ആൾക്ക് പറയാൻ പറ്റുന്നത്. അത് ശരി. ഓക്കെ. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതല്ലേ. ഓക്കെ ഓക്കെ. അതായത് നമ്മളിലുള്ള നന്മകൾ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ സംസാരിക്കുന്ന ഉള്ളടക്കം അതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഭാര്യ പറഞ്ഞു തരുന്നു. അപ്പൊ എനിക്ക് അവളിൽ ഒരു സുഹൃത്തിനെ കണ്ടെത്താനായിട്ട് സാധിച്ചു അല്ലേ. അപ്പൊ നാം ചെയ്യുന്ന കാര്യത്തിന് ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കണ്ട അതിനൊരു റിയാക്ഷൻ വാഗുണ്ടെങ്കിലും കിട്ടിയല്ലോ എന്ന് ഉദ്ദേശിക്കുമ്പോ നമുക്ക് വലിയൊരു സന്തോഷം വരും. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാം ഞാൻ കരുതുന്നു. ശരിയാ ശരിയാ. ഈ സൗഹൃദം എന്ന് പറയുന്നത് നമ്മൾക്ക് അതിനകത്തൊരു സ്പോണ്ടേനിറ്റി ഉണ്ട്. സ്പോണ്ടേനിറ്റി മീൻസ് ഒരാളെ കണ്ടിട്ട് ഇന്ന് തന്നെ അയാളെ സുഹൃത്താക്കി മാറ്റാന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റാൻ പറ്റുന്ന കാര്യമല്ലത്. അതിനകത്തൊരു നാച്ചുറൽ സീക്വൻസ് ഉണ്ട്, ഒരു എന്താ പറയുക. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ചില അധ്വാനമുണ്ട് അതിൻ്റെ പുറകിൽ. ഓക്കെ, അതിനകത്തേക്ക് നമുക്ക് വരാം. പക്ഷെ ഇവിടെ ഒരു അങ്ങനെ എന്നെ വിലമതിക്കുന്ന, എൻ്റെ അഭിപ്രായങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ നന്മയിൽ ശരിക്കും പറഞ്ഞാൽ അഭിമാനം കൊള്ളുന്ന ഒരാൾ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാളെ സുഹൃത്താക്കാനുള്ള ഒരു പ്രവണത നമ്മളിൽ ശക്തിപ്പെട്ടു വന്നു തുടങ്ങി. ഇത് ശരിയാണോ? അതെ അതെ ശരിയാണ് അല്ലേ. ഇപ്രകാരം അങ്ങനെ ഒരു നന്മയൊക്കെ പറയാനല്ലേ. താങ്കൾക്ക് ഭർത്താവ് സുഹൃത്താണോ? അതെ, സുഹൃത്താണ്. അതെങ്ങനെയാ വന്നത് അങ്ങനെ? ഇതുപോലെ തന്നെ ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ എന്നെ മുമ്പോട്ട് കൊണ്ടുവരുന്നത് ഭർത്താവാണ്. ഓക്കെ, എന്നെ മുൻപിലേക്ക് കൊണ്ടുവരാനായിട്ട് എൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ സഹായിക്കുന്നത് എൻ്റെ ഭർത്താവാണ്. അങ്ങനെ ഞാൻ ആ സൗഹൃദം തിരിച്ചറിഞ്ഞാണ് അല്ലേ. ഓക്കെ, യെസ്. നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ്? നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ ഉള്ള പോലെ? ആദ്യ നാളുകളിൽ ശരിക്കും പറഞ്ഞാൽ സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഒന്ന് ഡിമ്മായി. കാരണം എൻ്റെ വൈഫ് കുറച്ച് ആദർശമുള്ള കൂട്ടത്തിലാണ്. കുറച്ച് ആദർശങ്ങളുണ്ട്. ശരിയാ. അപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എന്ത് കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ സ്നേഹിക്കുകയാണെങ്കിലും അതിൽ ആത്മാർത്ഥത വേണം. അപ്പോൾ ഒരേ സമയം ഒരു സാധനത്തിൽ നമുക്ക് ആത്മാർത്ഥ കാണിക്കാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കൾ ഒരുപാടുണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ ഈ പറഞ്ഞ ആത്മാർത്ഥ കാണിച്ചിട്ടൊന്നും തിരിച്ചൊന്നും അതേ ആത്മാർത്ഥ വന്നില്ല. അപ്പൊ ഈ ആത്മാർത്ഥ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് സ്വന്തം ഭാര്യയോടാന്ന് മനസ്സിലായി. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ആ ആത്മാർത്ഥത വളർത്തിയെടുക്കാൻ നോക്കിയപ്പോ അത് വിജയിച്ചു. വെരി ഗുഡ്. അപ്പൊ ആദ്യത്തെ വിവാഹ നാളുകളിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകർഷണം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി നല്ല സുഹൃത്തുക്കളെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ അന്നുണ്ടായ ആ ഒരു ഉന്മേഷം ഇച്ചിരി കുറഞ്ഞു പോയി. കൂട്ടുകാരിലും അല്ലെങ്കിൽ വ്യാപിച്ചൊക്കെ പോയി. പക്ഷെ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ ഭാര്യ ആത്മാർത്ഥതയോടുകൂടെ എന്നെ സ്നേഹിക്കുകയും എന്നെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഭാര്യ. ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ സൗഹൃദം അവിടെ രൂപപ്പെടാൻ തുടങ്ങി അല്ലേ. ഓക്കെ, ഗുഡ്. എന്താ പറയുന്നത് ബിന്ദു? തീർച്ചയായിട്ടും. കാരണം എനിക്ക് മുഴുവനായിട്ട് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൂട്ടുകാർ തടസ്സമായിരുന്നു. അപ്പൊ ഇയാളെ നമ്മൾ മുഴുവനായിട്ട് നമുക്ക് വേണം എന്നൊരു തോന്നലുണ്ട്. അതെ. അപ്പൊ ആ ഒരു യജ്ഞത്തിലായിരുന്നു. പലപ്പോഴും പരാജയപ്പെട്ടു. പക്ഷെ എന്നാലും അവസാനം നമ്മൾ വീണ്ടെടുത്തു. അതെ, അങ്ങനെ. കാരണം എനിക്ക് പുറത്തൊക്കെ പോകാനായിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. സോഷ്യലൈസിങ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആൾക്ക് എവിടെ പോയാലും എന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം അത് ആഗ്രഹിക്കുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഒരു വാല്യൂ, ഒരു ഇമ്പോർട്ടൻസ് ഒക്കെയാണ്. അപ്പോൾ മറ്റുള്ളവരും പറയാറുണ്ട്, ഇപ്പൊ ടൂർ ആയിട്ടല്ല കൂടുതൽ പോകുന്നത്, ഒരുപാട് അതിനുവേണ്ടി കാത്തുകെട്ടിയിരുന്ന് അതിനുവേണ്ടി കുറെ എക്സ്പെൻസ് മുടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ല കൂടുതൽ. പക്ഷെ ഞങ്ങൾ എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. ചെറിയൊരു എന്തെങ്കിലും ഒരു ഷോപ്പിൽ പോകുന്നതോ മോളിൽ പോകുന്നതോ അല്ലെങ്കിൽ ഒരു വിൻഡോ ഷോപ്പിംഗ് നടത്തുന്നതോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളോട് ആള് പ്രതികരിക്കാനായിട്ട് തുടങ്ങി അല്ലേ. അതെ, നമുക്ക് എന്തും പറയാം. ശരി ശരി. അത് നടത്തി തരുവാണ്. അതെ 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 അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ ആ ഇഷ്ടങ്ങളെ മാനിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാതെ ഒരു സൗഹൃദം നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു തുടങ്ങി അല്ലേ. ഓക്കെ, കൊള്ളാം. വെരി ഗുഡ്. നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഫ്രീജോ? ഞങ്ങളുടെ ഇടയിൽ കല്യാണം കഴിയുന്ന മുമ്പുള്ള സൗഹൃദം കല്യാണത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്ന? ഒരു വർഷം
ഒരു വർഷം നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷമാണ് കല്യാണം കഴിച്ചത് അല്ലേ? ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരു 5 ദിവസമാണ് ഒരു അല്പം റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡിലുണ്ടായിരുന്നുള്ളൂ. അതെ. പിന്നെ ജീവിതത്തിലെ തിരക്കുകളായതുകൊണ്ട് പലപ്പോഴും സമയം കിട്ടാറില്ല. പല അധ്വാനങ്ങളും പല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ തന്നെ സമയം കിട്ടാറില്ല. ഒരുമിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കാനോ സമയം ഏറ്റവും കൂടുതൽ നമുക്ക് സൗഹൃദം വളർത്തണമെങ്കിൽ ആവശ്യമുള്ള ഒരു സാധനം സമയമാണ്. സമയം കറക്റ്റ്. അത് വളരെ വലിയൊരു കാര്യം. നമ്മൾ അതിനകത്തേക്ക് ഇപ്പോൾ വരാൻ പോവാ. കാലത്ത് അത് വളരെ കുറവാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള ജീവിതമാണ്. അതെ അതെ അതെ. അപ്പൊ അത് എങ്ങനെ നമ്മൾ ഇനി അത് രൂപപ്പെടുത്തി എടുക്കാനായിട്ട് ഇപ്പോ അതിനുശേഷം ഇപ്പൊ 1-2 വർഷം കൊണ്ട് നമുക്ക് കുറച്ച് സമയം കണ്ടെത്തി തുടങ്ങി. അങ്ങനെ നമ്മൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ചത് എന്താ? ഈ പോക്ക് പോയാൽ ശരിയാവില്ല എന്നൊരു തോന്നല്. നമ്മുടെ വളർച്ചകളിൽ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ ഭാര്യയാണ്. നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങള് നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ആത്മാർത്ഥമാണെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും നമ്മുടെ കൂടെ ഒരാൾ നിന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ വളർച്ചയെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അറിയാതെ അയാളോട് ഒരു സൗഹൃദം രൂപപ്പെടാനുള്ള ഒരു പരിശ്രമം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. എന്ത് പറയണോ സ്മിഷ? ശരിയാണ് പറഞ്ഞത്. ഈ സൗഹൃദത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ പറയാ, ഒത്തിരി പ്രകടിപ്പിക്കുന്ന സ്നേഹമല്ല ആളുടെ, പക്ഷെ എനിക്കറിയാം ഉള്ളിൽ നിറച്ച് എന്നോട് സ്നേഹമാണെന്ന്. ഞാൻ ഒത്തിരി പ്രകടിപ്പിക്കുന്ന രണ്ടും ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യ നാളുകളിൽ ഇച്ചിരി പ്രകടിപ്പിക്കണം ആഗ്രഹം ഉണ്ടായില്ലേ? അങ്ങനെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാതിരുന്നോണ്ട് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, വഴക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ അതിനെ അതിജീവിച്ച്. പക്ഷെ ആളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോ ദേഷ്യപ്പെട്ട ആ ഒരു ദേഷ്യം മാറ്റാനായിട്ട് അപ്പൊ തന്നെ നമ്മളെ വന്ന് സ്നേഹമാക്കും. അതെ അതെ അതെ, അത് അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ കഴിവുകളുടെ കാര്യത്തില് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന എന്നെ ഇതിന് വിട്ടെങ്കിലും എന്നോട് ഇങ്ങനെ പ്രോഗ്രാംസിനൊന്നും ആള് വരില്ല, ആങ്കറിങ് നടത്തുന്നിടത്ത് പ്രസംഗം ഒന്നും വരില്ല. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമില്ലായിരിക്കും, താല്പര്യമില്ലായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് വേറെ ആൾക്കാർ ഫ്രണ്ട്സ് എന്നോട് പറയും, അവരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചു എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ, നന്നായിട്ട് കലക്കിയോ എന്നിട്ട് പിന്നെ പുള്ളി ഞാൻ കേൾക്കാതെ മറ്റുള്ളവരോട് പറയും, അടിപൊളിയായിട്ട് എന്റെ വൈഫ് പറഞ്ഞു കേട്ടോ, സ്റ്റാറ്റസ് ഒക്കെ ഇടും. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി, സന്തോഷിക്കുന്നുണ്ടെന്ന് അത് മനസ്സിലായി. അപ്പൊ നമുക്ക് ആളോട് സൗഹൃദം രൂപപ്പെട്ടു തുടങ്ങി അല്ലേ? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ ഫ്രീജോ, ഇതെന്താണ് കുറച്ച് നാളുകൾ ആളെ വിടാതിരുന്നിട്ട് ഇപ്പൊ വിടാനായിട്ട് എന്താ കാരണമായത്? കുട്ടികള് വളർന്നു. അപ്പൊ പിന്നെ കുട്ടികളുടെ കാര്യമൊക്കെ അവര് നോക്കിക്കോളും, സമയമൊക്കെ ഉണ്ട്. വീട്ടില് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഫ്രീ ആയിട്ട് പോവാം. ബിസിനസ്സിലേക്ക് തന്നെ വന്നു തുടങ്ങിയത് ഇപ്പൊ ഒരു 6 months ആയിട്ടുള്ളൂ. അതെ അല്ലേ? അതെ, ശരി ശരി ശരി. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ. അപ്പൊ ആളിപ്പോ നമ്മളോടൊപ്പം തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ നല്ലൊരു സൗഹൃദം നിങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ടു വരികയാണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രിയമുള്ള പ്രേക്ഷകരെ, ഇതുപോലെ വ്യത്യസ്ത അനുഭവങ്ങൾ വിവാഹത്തിൽ, കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അറിയാതെ നമ്മുടെ പങ്കാളിയെ നല്ലൊരു സുഹൃത്തായിട്ട് പരിഗണിക്കാനുള്ള ഒരു പ്രേരണ വരികയാണ്. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലായിരിക്കും വരുന്നത്. ഇവർക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, ചിലർക്ക് ഓൾറെഡി അത് വളർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു സൗഹൃദം നമ്മളിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, എങ്ങനെ നമ്മളത് കൊണ്ടു നടക്കുക? ഇത് ഒറ്റ ദിവസത്തെ കാര്യമല്ലല്ലോ, ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സ് അല്ലേ? 10-70 വർഷക്കാലം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത്രയും വർഷക്കാലം ഒരു ഊഷ്മളമായ ബന്ധം, ഒരു സൗഹൃദമായിട്ട് രൂപീകരിച്ച് കൊണ്ടു നടക്കണം അല്ലേ? പല സുഹൃത്തുക്കളും ഒത്തിരി നാളില്ലല്ലോ ഇല്ലേ? ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ എത്ര നാളുണ്ട്? കുറച്ച് ആളൊക്കെ അവരെ കണ്ടു, ഇപ്പം ഇനിയിപ്പോൾ 10ാം ക്ലാസ്സുകാരുടെയൊക്കെ ഒരുമിച്ചുള്ള കൂട്ടിലൊക്കെ കാണും. അതിനപ്പുറത്തേക്ക് അത് വളരുന്നില്ല. എന്നാൽ വിവാഹത്തിലെ ബന്ധം ഒരു സൗഹൃദമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വളരാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എന്ത് പറയുന്നു? എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നേരത്തെ ഇവിടെ നമ്മുടെ ഫ്രീജ് ഒരു കാര്യം പറഞ്ഞു, സമയം ഒരുമിച്ചായിരിക്കുന്ന സമയം സെലിബ്രേറ്റ് ചെയ്യുക അല്ലേ? നമ്മൾ ആദ്യം നമ്മൾ ചോദിച്ചു തുടങ്ങിയ ചോദ്യം ഇതായിരുന്നു, ഒരു ദിവസം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അല്ലേ? ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തെ നിങ്ങൾ ആസ്വദിക്കും അല്ല? ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു ഔട്ടിംഗ് ആയിരിക്കാം, ചിലപ്പോൾ നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായ ഒരു തോണ്ടലായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ വാത്സല്യം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചായിരിക്കുന്നതിൻ്റെ ആനന്ദം നുകരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, സ്മിഷയ്ക്ക് എന്താ പറയുക, ആങ്കറിങ്ങിന് താല്പര്യമുണ്ട് അല്ലേ? ഇദ്ദേഹം ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു ഇയാളെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയം ഒന്ന് ഒരുമിച്ചായിരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗാർഡനിങ് ആയിരിക്കാം അല്ലേ? അങ്ങനെ ഒരുമിച്ച് ചില കാര്യങ്ങൾ ചെയ്യുക, അതിന് സമയം കണ്ടെത്തുക. ക്വാളിറ്റി ടൈം എന്ന് നമ്മൾ പറയും അല്ലേ? ഒന്ന് ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കാനോ, ഒരുമിച്ച് ചില പ്രവർത്തികൾ ചെയ്യാനോ, ആ സാന്നിധ്യം ആസ്വദിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതൊരു നല്ലൊരു കാര്യമാണ് അല്ലേ? സമയം വളരെ പ്രധാനപ്പെട്ടാണ്. ഇന്നത്തെ കാലത്ത് ആർക്കും സമയമില്ല, എന്നാലും തിരക്കിൻ്റെ ഇടയിലും കുറച്ച് സമയം അങ്ങനെ കണ്ടെത്തി ചെയ്യുന്നത് ഈ സൗഹൃദം കൂട്ട് വളരാനായിട്ട് വളരെ നല്ലതാണ്. ഓക്കെ, ഒരു കാര്യം നമുക്ക് പിടികിട്ടി. ഇനി വേറെ എന്തായിരിക്കും? എന്തോ പറയാനുണ്ടല്ലോ, ഈ സൗഹൃദം വളരണമെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം?
വെറുതെ ഇരുന്നാൽ മതിയോ? ഇല്ല ഇരുന്നാ പിന്നെ എന്ത് ചെയ്യണം? എല്ലാം ഒരുമിച്ച് തുറന്ന് പറഞ്ഞ് തുറന്ന് സംസാരിക്കണം അല്ലേ? നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ അല്ല, തുറന്ന് സംസാരിക്കണം. എന്താ തുറന്ന് സംസാരിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ളത് അല്ലേ? അല്ലേ? ഒരു ദിവസം കിട്ടിയാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ സെൻറ്റൻസ് ഇയാളോട് പറയാൻ പറ്റുള്ളൂ എങ്കിൽ ആ പറയുന്ന സെൻറ്റൻസ് ഏതായിരിക്കും? രാവിലെ തുടങ്ങി വൈകിട്ട് വരെ സമയമുണ്ട്, പക്ഷെ ഒറ്റ സെൻറ്റൻസ് ഇയാളോട് പറയാനുള്ള അത് നമുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും? എന്തായിരിക്കും? ഞാൻ പറയുന്നത് എന്താണോ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് വേണം. അതെ, പക്ഷെ എന്താ ഈ പറയണത്? എന്നെ ഒന്ന് കേൾക്കണം, അതായിരിക്കും പറയാൻ പോണത്. എന്നെ ഒന്ന് കേൾക്കണം. ഓക്കെ, ബിന്ദു ആണെങ്കിൽ എന്ത് പറയും? ഒരു ദിവസമുണ്ട്, ഒറ്റ സെന്റൻസേ പറയാൻ പറ്റുള്ളൂ ഭർത്താവിനോട്. എന്ത് പറയും? ചേട്ടനെ കിട്ടിയത് എന്റെ വലിയ ചേട്ടനെ കിട്ടിയത് എന്റെ വലിയ ഭാഗ്യമാണെന്ന് പറയും. ഓക്കെ, താങ്കൾ എന്ത് പറയും റീന? എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാമോ? കുറച്ചു നേരം നമുക്ക് സംസാരിക്കാൻ. എന്റെ കൂടെ ഒന്ന് ഇരിക്കാമോ? കുറച്ചു നേരം നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. സ്മിഷ എന്ത് പറയും? എനിക്കും ആഗ്രഹം ഒത്തിരി സംസാരിക്കാൻ തന്നെയാണ്. അല്ലെ, എന്ത് സംസാരിക്കുന്നു? ഒറ്റ വാക്ക്, ഒരു സെന്റൻസേ പറയാൻ പറ്റുള്ളൂ. എന്ത് പറയും ഇയാളോട്? എന്റെ കൂടെ ഇരിക്കാമോ? എന്റെ കൂടെ ഇരിക്കാമോ? നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം എന്താണെന്നറിയാമോ? ഐ ലവ് യു അല്ലേ? ശരിക്കും ഈ വിവാഹ സൗഹൃദമാകുമ്പോൾ, കൂട്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്താ? നീ എൻ്റേതാണ്, നമ്മൾ ഒന്നാണ്. ഇതൊക്കെയല്ലേ പറയുന്നത്. അത് പ്രകടിപ്പിക്കുന്ന ഒരു രീതി എന്താണ്? ഒന്ന് ഒരുമിച്ചിരുന്നിട്ട് കേൾക്കുക അല്ലേ? പറയുന്നത് കേൾക്കുക. എന്താ ഈ പറയണത്? നമ്മുടെ വൈകാരികമായ അനുഭവങ്ങൾ അല്ലേ? അതിനൊന്ന് കേൾക്കുമ്പോൾ അതെന്താ പറയുക, മറ്റേയാൾക്ക് കേട്ടതിൻ്റെ ഒരു തൃപ്തി ഉണ്ടാവുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സൗഹൃദം വളർത്താനായിട്ട്. പിന്നെ അടുത്ത എന്തായിരിക്കും? വേറെ എന്തായിരിക്കും? തമാശയാണെങ്കിലും ഫലിതങ്ങൾ പറയും. അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ? ബാബു റീനയോട് ഫലിതങ്ങൾ പറയാറുണ്ടോ? അത്യാവശ്യം ചെളികൾ തന്നെ പറയാറുണ്ട്. തന്നെ പറയും, ചെളി അടിക്കും. പിന്നെ തീർച്ചയായും. അത് ശരി. ഈയിടെ പറഞ്ഞ എന്തെങ്കിലും ഫലിതം ഞങ്ങളോട് പറയാനുണ്ടോ? എന്തെങ്കിലും ഓർക്കുന്നുണ്ടാ? എന്തെങ്കിലും ഉണ്ടാ? പെട്ടെന്ന് ഇങ്ങനെ ഓർക്കണില്ല, എങ്കിലും ഇപ്പൊ കൂടുതൽ തമാശകൾ പറയുക, പിന്നെ കൂടുതൽ ഒന്നിച്ചായിരിക്കുക. ആയിരിക്കനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോ ഈ ഫലിതം പറയുമ്പോൾ സൗഹൃദം വർദ്ധിക്കണ എങ്ങനെയാ? തീർച്ചയായിട്ടും അതെങ്ങനെയാ അത് വർദ്ധിക്കണേ? ആ ഒരു വേവ് ലെങ്ത് ഉള്ള തമാശകൾ പറയുകയാണെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചിരിക്കുക. അതെ അതെ അതെ. ഈ ചിരി സൗഹൃദത്തെ വളർത്തുന്ന ഒരു കാര്യമാണ് അല്ലേ? ചിരിക്കാതിരുന്നാൽ സുഹൃത്തുക്കളുടെ അവസ്ഥ എന്താവും അല്ലേ? അപ്പോൾ ചില തമാശകളൊക്കെ ഇങ്ങനെ ഫലിതങ്ങളൊക്കെ ഒരുമിച്ച് എന്ന് പറയാം അല്ലേ? ഈ നമ്മൾ ഈ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഇപ്പോൾ നല്ലൊരു തമാശ കണ്ടു, അപ്പോൾ എല്ലാ തമാശയും ആൾക്ക് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ചിരിക്കില്ല. പക്ഷെ ചില പ്രത്യേക തമാശകളുണ്ട്, അത് മാത്രം കാണിച്ചാൽ അത് പൊട്ടിച്ചിരിക്കും. അല്ല, അങ്ങനെ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരു സൗഹൃദം, അങ്ങനത്തെ പൊട്ടിച്ചിരി വല്ലപ്പോഴും കാണാൻ പറ്റുള്ളൂ. അതെ, അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ അത് അവസരം മുതലാക്കും. അത് വലിയൊരു വെല്ലുവിളിയാണല്ലേ? മനസ്സിലായിട്ട് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അതെ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ? എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരുമിച്ച് റീൽസ് ഒക്കെ ഷെയർ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. ടിവിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാം ഒരുമിച്ചിരുന്ന് ഫലിതങ്ങൾ ആസ്വദിക്കുക. അത് നല്ലൊരു കാര്യമാണ് അല്ലേ? ഓക്കെ, അത് ഈ സൗഹൃദത്തെ വളർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫലിതം. പിന്നെ ഫലിതം പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് അപകടം ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് അത് രണ്ടുപേർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന ഫലിതങ്ങൾ ഒരുമിച്ചിരുന്ന് പറയുന്നത്, മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുന്നതൊക്കെ ബന്ധത്തെ വളർത്തുന്ന കാര്യമാണ്. പിന്നെ വേറെ എന്തായിരിക്കും? അപ്പം നമ്മളിപ്പോൾ എത്ര പറഞ്ഞു? ഒന്നാമത്തെ പറഞ്ഞ സമയം, ഒരുമിച്ചുള്ള സമയം, കമ്മ്യൂണിക്കേഷൻ, ഫലിതങ്ങൾ പറയണം. പിന്നെ കൂട്ടുകാരെ പോലെ നമ്മളിപ്പോ കൂട്ടുകാരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂട്ടുകാരോട് സംസാരിക്കാനുണ്ടാവും. പക്ഷെ ഒരു ഭാര്യയുടെ അടുത്ത് ചിലപ്പോൾ അത്രയും നമുക്ക് സംസാരിക്കാനുണ്ടാവില്ല. അത് നമ്മൾ കൂട്ടുകൂടുമ്പോ കൂട്ടുകാരുടെ അടുത്തുള്ള ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു എല്ലാ കാര്യങ്ങളും സംസാരിക്കൂല. ഭാര്യ ഭർത്താവ് ഇരിക്കുമ്പോ ജസ്റ്റ് വീട്ടുകാര്യങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ അതുപോലെ അല്ലാതെ കൂട്ടുകാരെ പോലെ കണ്ട് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം കൂടുതൽ. കൂട്ടുകാരെ പോലെ കണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഒരു തുറന്ന സംസാരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? തുറന്ന സംസാരം. ഒരു പക്ഷേ നമ്മുടെ പുറത്തുള്ള കൂട്ടുകാരെക്കാളും കുറച്ചും കൂടി നമ്മളെ തന്നെ തുറന്ന് പങ്കുവയ്ക്കുക അല്ലേ? നമ്മുടെ ഒരു പരാജയം, നമുക്ക് വന്നുപോയൊരു കുറവ് അല്ലേ? ഒരു പക്ഷേ ചില കാര്യം ചെയ്തപ്പോൾ തെറ്റിപ്പോയി, ആ തെറ്റിപ്പോയത് കൂട്ടുകാരോട് പോയി പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മളെ അവർ കളിയാക്കും, അത് വെച്ച് കളിയാക്കും. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാവുക. മുൻവിധിയില്ലാതെ എന്നെ കേൾക്കുന്ന ഒരു ഭാര്യ, മുൻവിധിയില്ലാതെ എന്നെ കേൾക്കുന്ന ഒരു ഭർത്താവ് അല്ലേ? അതാണ് തുറന്ന സംസാരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അത് തുറന്ന് പറയാനും കേൾക്കാനുള്ളൊരു മനസ്സ് അത് വേണം. വേറെ എന്തെങ്കിലും സൗഹൃദം വളരാനായിട്ട് അംഗീകരിക്കാനുള്ള മനസ്സ്. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഇപ്പം ഇതേപോലെ തമാശയൊക്കെ പറയുന്ന സമയത്ത്
അത് വേണം, ആസ്വദിക്കണം. അത് വേണം. ഫലിതം ആസ്വദിക്കാനുള്ള നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യം എന്താ? അപ്രീസിയേഷൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഇവിടെ ആരോ പറഞ്ഞല്ലോ, അതായത് ഇദ്ദേഹം ആങ്കറിങ്ങിന് പോകുന്നു അല്ലേ, ഭർത്താവ് അവിടെ വന്നില്ലെങ്കിലും കൂട്ടുകാരോട് അന്വേഷിക്കുന്നു, മാത്രമല്ല അത് സ്റ്റാറ്റസ് ആക്കി ഇടുന്നു. അത് കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഒരു സൗഹൃദം ഭർത്താവിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്രീസിയേഷൻ. നമ്മളൊരു കാര്യം ചെയ്താൽ വളരെ നന്നായിരിക്കുന്നു. ഫിജോ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? ഈ അടുത്തായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കാര്യം എന്തായിരിക്കും? വളരെ ആലോചിക്കുന്നുണ്ടല്ലോ. അടുത്തായിട്ട് ഒന്നും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലേ ഫിജോ? പ്രത്യേകിച്ചൊന്നും ഓർക്കുന്നില്ലേ? എൻ്റെ ദൈവമേ, എല്ലാ ദിവസവും എന്തെങ്കിലും സംഭവിക്കുന്നില്ലേ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്? ഇന്നിപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോന്നു, കറികൾ വെക്കുന്നത്, കറികൾ വെക്കുമ്പോ അല്ലേ, ഏറ്റവും 2 ദിവസം മുമ്പ് നല്ല ചാള നല്ല മത്തിക്കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അയാൾ അപ്രീഷിയേറ്റ് ചെയ്തു. ഇതൊക്കെ മറന്നു പോകണ എന്തുകൊണ്ട്? അത് വിലയില്ലേ, വില ഉണ്ടല്ലോ. അതായത് ഒരാൾ ചെയ്ത നന്മയെ നമ്മൾ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ സൗഹൃദം നന്നായിട്ട് വളരും. അപ്പോൾ നമുക്ക് 4ാമത്തെ കാര്യം കിട്ടി, പ്രശംസ. പിന്നെ വേറെ എന്താണ്? ഈ പ്രശംസയുടെ കൂടെ വരുന്ന കാര്യം, മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഒരു നന്ദി നിറഞ്ഞ മനസ്സുണ്ടാവുക അല്ലേ. ശരിക്കും സ്മീഷ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് വലിയ ഭാഗ്യമായില്ലേ? ഇടയ്ക്കിടയ്ക്ക് പറയണ്ടേ അല്ലേ, നീ ഉള്ളത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പറഞ്ഞ സൗഹൃദം നന്നായിട്ട് വളരുമല്ലേ? ശരിയല്ലേ? നമ്മൾ ആ മറ്റേ ആളുടെ വാല്യൂ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഗ്രേറ്റ്ഫുൾനെസ് അല്ലേ, ഒരു നന്ദിയുടെ ഒരു മനസ്സ്. ഇടയ്ക്ക് ഒരു നന്ദി പറയും. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്തു തന്നു, ഒരു വസ്ത്രം തേച്ച് തന്നു, താങ്ക് യുടാ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ഫീലിംഗ് ഓഫ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്, isn't it? ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെ എന്തായിരിക്കും? അപ്പോൾ പ്രശംസയും നന്ദിയൊക്കെ നല്ലതാണ്. പിന്നെ വേറെ എന്താ? വളരെ പ്രധാനപ്പെട്ട ചിലതും കൂടി ഉണ്ട്. ഇനി ശരിക്കും സൗഹൃദം വളരണമെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, മനസ്സിലാക്കുക. ഒരാൾ ഒരു ദുഃഖം പറയുമ്പോൾ അത് മനസ്സിലാക്കുക, ശരിയല്ലേ? ഒരാൾക്കൊരു പരാജയം വന്നാൽ അത് മനസ്സിലാക്കുക, അതൊക്കെ നല്ല കാര്യമാണ്. വേറെ എന്തെങ്കിലും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയാൽ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് യാത്ര പോകുന്നത് നല്ലതാണ്. നമ്മൾ ഒരുമിച്ചുള്ള സമയത്തെക്കുറിച്ച് പറഞ്ഞു, സമയം, അതാണ് ഒരുമിച്ചുള്ള സമയം. വേറെ ഹെൽപ്പ് ചെയ്യാം, വീട്ടിൽ പരസ്പരം ജോലികളിലൊക്കെ സഹായിക്കുന്നത് അല്ലേ, ഒരുമിച്ച്. അത് നമുക്ക് ആ ഒരുമിച്ചുള്ള സമയത്തിലേക്ക് തന്നെ അത് ഒതുക്കാം. വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾ നേരത്തെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോൾ മറന്നുപോയതാണ്, അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാം. എന്നാണെന്നറിയാമോ? വാത്സല്യം പ്രകടിപ്പിക്കണം. വേണ്ടേ? ഇടയ്ക്ക് തോണ്ടാറില്ലേ? ആര്? ട്വിറ്റർ ബിന്ദുവിനെ തോണ്ടാറില്ലേ? ഇവിടെ കിട്ടാറുണ്ട് തോണ്ട്, ഇഷ്ടം പോലെ കിട്ടാറുണ്ട് അല്ലേ, ശരിയല്ലേ? ഒരു ഫിസിക്കൽ അഫെക്ഷൻ. എന്താ ഫിസിക്കൽ അഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്ന് തൊട്ടു, നമുക്ക് എന്താ പറയുക, ഈ നമ്മുടെ വാത്സല്യം പല രീതിയിൽ പ്രകടിപ്പിക്കുക അല്ലേ. വീട്ടിൽ ഭാര്യ എന്തെന്ന് വിളിക്കണേ? സ്മീഷ അല്ലേ, അതങ്ങനെ വിളിച്ചാൽ മതിയോ? ഒരു കൂട്ടാവുക, ആ പേര് നമ്മൾ മാറൂലേ? അത് കണ്ട വരുന്നുണ്ട് അല്ലേ, വാവേന്ന് അല്ലേ, ചിലർ കുഞ്ഞാവേന്നൊക്കെ വിളിക്കും അല്ലേ, മനസ്സിലാകുന്നുണ്ടോ? കുട്ടികളെ നമ്മളങ്ങനെ വിളിക്കാറില്ലേ? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ നല്ല സുഹൃത്തുക്കളായി കഴിയുമ്പോൾ ഇതുപോലെ ഓമന പേരിട്ട് വിളിക്കും, ശരിയല്ലേ? അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ശാരീരികമായ ചില അങ്ഷൻസ് അല്ലെങ്കിൽ ചില പെരുമാറ്റങ്ങൾ, ചിലപ്പോൾ ഒരു തോണ്ടലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആശ്ലേഷമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചുംബനമായിരിക്കാം, ഇതൊക്കെ കൈമാറും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സൗഹൃദം വളരും, ശരിയല്ലേ? നമുക്ക് ലൈംഗിക അടുപ്പം അത് പ്രകടിപ്പിക്കുന്ന രീതിയുണ്ട്. അതും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇതുപോലെയുള്ള നോൺ സെക്ഷുവൽ ടച്ച്, സ്പർശനം അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള വാത്സല്യ പ്രകടനം നമ്മുടെ ബന്ധത്തെ വളർത്തും, ഓക്കെ, സൗഹൃദമാക്കി മാറ്റും. പിന്നെ വേറെ എന്തായിരിക്കും? വളരെ പ്രധാനപ്പെട്ട ചിലതും കൂടി ഉണ്ട്. സൗഹൃദത്തെ വളർത്താൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ചില മാർഗങ്ങൾ. ഒരുമിച്ച് പ്രാർത്ഥിക്കാറില്ലേ? ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ വിവാഹം കൂട്ടാവോ കൂട്ടുകെട്ടാവോ? ശരിക്കുള്ള പ്രാർത്ഥനയെ കൂട്ടാവും, മനസ്സിലാകുന്നുണ്ട്? ശരിക്കുള്ള ആത്മാവിലുള്ള ഒരു അടുപ്പുണ്ടെങ്കിൽ അത് കൂട്ടിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ആത്മസുഹൃത്തുക്കളാണെന്ന് പറയണത്, ശരിയല്ലേ? നിങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവികമായ ചൈതന്യം നിങ്ങൾ രണ്ടുപേരെയും സുഹൃത്തുക്കളാക്കി മാറ്റും. അല്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അരൂപി ശരിയല്ല എങ്കിൽ നിങ്ങൾ കൂട്ടുകെട്ടിൽ ജീവിക്കും. രണ്ടുപേരുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ കൂട്ടിൻ്റെ ഒരു ഉന്മേഷമില്ല. അപ്പോൾ ഒരുമിച്ചുള്ള പ്രയർ വളരെ പ്രധാനമായ കാര്യമാണ്. പിന്നെ വേറെ എന്തായിരിക്കും? ഒരുമിച്ചുള്ള ഭക്ഷണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുമിച്ചുള്ള വീട്ടിൽ ഒരു നേരമെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഈ സൗഹൃദത്തെ വളരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഒരു നേരമെങ്കിലും അല്ലേ, എപ്പോഴും നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന വരില്ല, പക്ഷെ ഒരുമിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുമിച്ചുള്ള സമയത്തിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഒരുമിച്ചുള്ള ഭക്ഷണം. പിന്നെ വേറെ എന്തെങ്കിലും? സൗഹൃദം നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ലക്ഷ്യം വേണം. ലക്ഷ്യമില്ലെങ്കിൽ സൗഹൃദം പല വഴിക്ക് പോകും.
രണ്ടുപേരും ഷെയർ ചെയ്യുന്ന കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് ഒരുമിച്ച്, അല്ലേ? ഇപ്പോൾ എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടി ഈ കൂട്ടിൽ ഒരുമിച്ച് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ടാവും, അല്ലേ? മക്കൾ വളർത്തണം, അല്ലേ? നല്ലൊരു കുടുംബമായിട്ട് വരണം, അല്ലേ? മക്കൾ വഴി ഈ സമൂഹവും നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടണം. ലക്ഷ്യബോധം, അതിന് പറ്റിയ ചില മൂല്യങ്ങൾ ഇത് നിങ്ങൾ രണ്ടുപേരോട് ഷെയർ ചെയ്യുന്നുണ്ടെന്ന്, അല്ലേ? നിങ്ങൾ തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ യോജിപ്പുള്ള ലക്ഷ്യമുണ്ട്, ചില മൂല്യങ്ങളുണ്ട്, അല്ലെ? നേരത്തെ ഇവിടെ ആരോ പറഞ്ഞല്ലോ ആത്മാർത്ഥത വേണമെന്ന്. ആത്മാർത്ഥത അല്ലേ, അതൊരു മൂല്യമാണ്, ശരിയല്ലേ? റെസ്പെക്റ്റ് ഒരു മൂല്യമാണ്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില മൂല്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ലക്ഷ്യം നിങ്ങൾ ഒരുമിച്ച് വളർത്തിയെടുക്കുമ്പോൾ സൗഹൃദം വളരെ മനോഹരമായിട്ട് രൂപപ്പെട്ടു വരും. യെസ്, വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ഷോ അവസാനിപ്പിക്കാനായിട്ട് സമയമായിട്ടുണ്ട്. വേറെ എന്തെങ്കിലും? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ സൗഹൃദം നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്നൊന്ന് സമ്മറൈസ് ചെയ്തൊന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? സമയം, നല്ല സമയം വേണം, ഒരുമിച്ചുള്ള സമയം നല്ല സെലിബ്രേറ്റ് ചെയ്യണം, രണ്ടുപേരുടെയും സാന്നിധ്യം ആഘോഷമാക്കി മാറ്റണം. പിന്നെ ഒന്നിച്ചുള്ള പ്രയർ, ഒന്നിച്ചുള്ള പ്രാർത്ഥന വേണം, ഒരു ആത്മീയമായി ഒരുമിച്ചുള്ള പ്രാർത്ഥന. വീട്ടിൽ മാത്രമല്ല, ചിലപ്പോൾ ഒരുമിച്ച് പള്ളിയിൽ പോകുന്നതൊക്കെ നമ്മുടെ സൗഹൃദത്തെ രൂപപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ആശയവിനിമയം, നമുക്ക് തുറന്ന് സംസാരിക്കാം, നമ്മുടെ വികാരങ്ങളെ പോലെ ഒരു മുൻവിധിയില്ലാതെ തുറന്ന് പറയാനും മറ്റേ ആളത് കേൾക്കാനും ഇടവരുന്ന ഒരു അനുഭവം വേണം. പിന്നെ വേറെ സ്നേഹപ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ വാത്സല്യം വേണം. വാത്സല്യം അത് വാക്കുകൾ കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും പ്രകടിപ്പിക്കാവുന്ന വാത്സല്യങ്ങളുണ്ട്, അത് വേണം. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് അപ്രീസിയേഷൻ, പ്രശംസിക്കുക, അല്ലെങ്കിൽ നന്ദി നിറയുന്ന ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് അത് നമ്മൾ പറഞ്ഞു, ഒരുമിച്ചുള്ള ഭക്ഷണം, അതൊക്കെ വരുന്നു. ലക്ഷ്യബോധം, വളരെ നല്ലൊരു ലക്ഷ്യബോധം വേണം. രണ്ടുപേരുടെ ഒരുമിച്ച് ഒരേ ദിക്കിലേക്കാണ് യാത്ര, അല്ലേ? ഫിജോ തെക്കോട്ടല്ലേ? ഫിജോ തെക്കോട്ട് യാത്ര ചെയ്യണം. അപ്പോൾ ഇദ്ദേഹം തെക്കോട്ട് തന്നെ പോകണം. ഒരാൾ തെക്കോട്ടും മറ്റൊരാൾ വടക്കോട്ടും പോയാലോ കാര്യമില്ല. സൗഹൃദം ഉണ്ടാവില്ല, കൂട്ടുണ്ടാവില്ല, കൂട്ടുകെട്ടുണ്ടാവും. ഒരേ ദിക്കിലേക്ക് തുഴയണം. തുഴയുന്ന രീതിയൊക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഒരേ ദിക്കിലേക്ക് തുഴയുന്നതാണ് കൂട്ട്. തുഴയുന്ന രീതികളിലെ വ്യത്യാസത്തെ ആഘോഷമാക്കി മാറ്റുന്നതാണ് കൂട്ട്, അല്ലെങ്കിൽ അത് വെറും കൂട്ടുകെട്ടായിട്ട് മാറും. പിന്നെ അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ വിവാഹം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കൂട്ടല്ല കേട്ടോ, അതിനകത്ത് കൂട്ടിനപ്പുറമുള്ള ചില കാര്യങ്ങളുണ്ട്. വിവാഹം പോലെയുള്ളൊരു കൂട്ട് എന്ന് പറയുന്നതിനകത്ത് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അല്ലേ? കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ ചില എന്താ പറയുക, നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റുമോ? സാധാരണ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, അവർക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഇട്ടുകൊണ്ട് പോവാം. പക്ഷേ ഇതങ്ങനെയല്ല, നിങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അപ്പോൾ ഒരു തീരുമാനമായ ഒരു സൗഹൃദമാണ് വിവാഹത്തിലെ സൗഹൃദം. അതല്ലാതെ വെറുതെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു, എത്ര നാൾ പോവുക അത്ര നാൾ പോട്ടെ, അങ്ങനെയുള്ളതൊന്നല്ല. നിങ്ങൾ രണ്ടുപേരും കൂടി നല്ലൊരു ഉദ്ദേശത്തോടു കൂടെ തീരുമാനിച്ച് ഒരു സൗഹൃദം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. യെസ്, പറഞ്ഞോളൂ. അതായത് എനിക്ക് ഇതിനെ പറ്റി ആപ്റ്റ് ആവുമെന്ന് അറിയില്ല. കരിയിലെയും മണ്ണങ്കട്ടയുടെ ഒരു കഥയില് അതുമാതിരി ഹസ്ബൻഡും വൈഫും ഒരാൾക്കൊരു കുറവും മറ്റേ ആൾക്ക് എന്തെങ്കിലും പോസിറ്റീവും കൂടുതലുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട രണ്ടും ചേർന്ന് നിന്നാൽ അത് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാവും. അതന്നെ ഈ സൗഹൃദം വളരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. അതായത് വ്യക്തികൾ വളരാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അല്ലേ? ഒരാൾ തളർന്നു പോകുമ്പോൾ മറ്റേ ആൾ പിന്തുണച്ച് നിൽക്കുക, അല്ലേ? ഒരാളുടെ കഴിവ് തിരിച്ചറിഞ്ഞിട്ട് അത് റിയലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുക, അത് ഈ സൗഹൃദത്തെ വളർത്തുന്ന മറ്റൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, പോരായ്മകൾ അംഗീകരിച്ചുകൊണ്ട് അതിൽ ഒരു താങ്ങായി നിന്നിട്ട് എങ്ങനെ നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് ഒരുമിച്ച് നിന്നിട്ട് പരിശ്രമിക്കുക, അത് വളരെ നല്ലൊരു സൗഹൃദത്തിൻ്റെ ലക്ഷണമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല സൗഹൃദങ്ങൾ വളർത്താനുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടിയെന്നാണ് തോന്നുന്നത്. വളരെ സന്തോഷം. നിങ്ങളുടെ ഈ സാന്നിധ്യത്തിനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നല്ല കൂട്ടുകാരായിട്ട് വളരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ചോദിച്ചു വന്നത് ഇതാണ്: വിവാഹം ഒരു കൂട്ടാണോ കൂട്ടുകെട്ടാണോ? ഒരു സംശയവും വേണ്ട, ദൈവം സ്ഥാപിച്ച വിവാഹം ഒരു കൂട്ടാണ്, ഒരു സൗഹൃദമാണ്. കൂട്ടുകെട്ടിൽ സ്നേഹമുണ്ട്, പക്ഷേ സുഹൃത്ത് ബന്ധമില്ല. ഈ ശരിക്കും കൂട്ടിലാണ് ശരിക്കും സ്നേഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകുന്നത്, ഒരു വൈകാരികമായ അടുപ്പം ഉണ്ടാകുന്നത്, മാത്രമല്ല ബന്ധത്തിന് ഒരു ഉന്മേഷം ഉണ്ടാകുന്നത്. ഇവർ ഈ പറഞ്ഞതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നല്ല ഒരു സുഹൃത്ത് ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്ന പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു കൂട്ടിൻ്റെ അനുഭവം നിങ്ങൾക്ക് സ്വന്തമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.